നമ്മളിന്ന് പോകാൻ പോകുന്നത് നെല്ലിയാമ്പതി. ഇത് നെന്മാറ നെല്ലിക്കുളങ്ങര കാവ്. ഇവിടെയാണ് നെന്മാറ വേല നടക്കുന്നത്. ഇതിൻ്റെ സൈഡിലുള്ളത് ഈ വഴിയിലൂടെയാണ് നമ്മൾ പോത്തുണ്ടി വഴി നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നത്. ഇത് നെന്മാറ കഴിഞ്ഞ് പോത്തുണ്ടി, അത് കഴിഞ്ഞ് നെല്ലിയാമ്പതി. യാത്ര വളരെയേറെ പ്രിയപ്പെട്ട, കാരണം നെന്മാറയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. എന്നിട്ട് പോലും ഞാൻ നെല്ലിയാമ്പതി ഇതുവരെ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? എന്നാൽ വിശ്വസിക്കണം, കാരണം ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിരുന്ന സമയത്ത് സ്ഥിരം ഈ റൂട്ടിലൂടെയാണ് വരാറ്. നെന്മാറ ടു പോത്തുണ്ടി, പോത്തുണ്ടി ടു നെന്മാറ. ഡാം വരെ വന്നിട്ടുണ്ടെന്നല്ലാതെ മുകളിലേക്ക് കയറാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇതാണ് അവിടുത്തെ ചെക്ക് പോസ്റ്റ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളോട് ആരാണ് വണ്ടിയിലുള്ളത്, എത്ര പേരുണ്ട്, വണ്ടി നമ്പറൊക്കെ പറഞ്ഞിട്ട് വന്ന് നമ്മൾ മുകളിലേക്ക് കയറാം. എൻ്റെ വീടിൻ്റെ ടെറസിൽ നിന്ന് നോക്കിയാൽ തന്നെ ഞങ്ങൾക്ക് രാത്രി സമയത്ത് ചില സമയത്തൊക്കെ ഈ നെല്ലിയാമ്പതിയിൽ കൂടെ വണ്ടി പോകുന്നതിൻ്റെ ആ ലൈറ്റൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. എന്നിട്ടും ഞാനിതുവരെ വന്നിട്ടില്ല. ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അതൊരു കല്യാണം ഉള്ളതുകൊണ്ട് അവിടെ വന്നതാണ്. അത് വളരെ കുറച്ച് ദൂരം മാത്രം പോയിട്ട് തിരിച്ച് ഞങ്ങൾ വരികയും ചെയ്തു. അല്ലാതെ നെല്ലിയാമ്പതിയുടെ ഭംഗി അറിയാനൊന്നും സാധിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് ഞാൻ 9th പഠിക്കുകയായിരുന്നു, അപ്പോഴാണ് പോയത്. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമായി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോലും ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ കുറച്ച് കസിൻസൊക്കെ കൂടിയിട്ടാണ് കേട്ടോ ഈ യാത്ര തുടങ്ങിയത്. പാരൻസ് ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ ഇപ്പോൾ പാരൻസ് ആയല്ലോ. വേനലായതുകൊണ്ട് തന്നെ മഴയൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് ഡാമിൽ വെള്ളം കുറവാണ് കേട്ടോ. നല്ല വണ്ടി വന്നു. നെല്ലിയാമ്പതിയിലേക്ക് പുറപ്പെടുന്നതിൻ്റെ കാലത്ത് തന്നെ അച്ഛൻ ന്യൂസ് പേപ്പർ നോക്കി പറയാം, ഇന്നലെയും കൂടെ അവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന്. കേട്ടതോടുകൂടെ സമാധാനമായി. അത്യാവശ്യം നല്ല പേടിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. ഓരോ എന്താ പറയുക, ഇങ്ങനെ തിരിവ് കഴിയുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിലൊരു ആദ്യം ഉണ്ടായിരുന്നു, എങ്ങാനും ആന കാണോ എന്ന് പറഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. ഇത്ര അധികം സുന്ദരിയായിരുന്നു നെല്ലിയാമ്പതി എന്ന് ഞാനിവിടെ വന്നപ്പോഴാട്ടോ അറിയുന്നത്. എൻ്റെ കസിൻസൊക്കെ എന്നിട്ട് എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു, നീ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ട് നീ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, നീ ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ എന്ന്. കാരണം അത്ര അധികം സുന്ദരിയാണ് നെല്ലിയാമ്പതി. ഇതൊക്കെ മിസ് ചെയ്തിട്ടാണ് ഞാൻ ഇടയ്ക്ക് വാഗമണ്ണൊക്കെ ടൂർ പോയിരുന്നു കേട്ടോ. പക്ഷേ അതിന് വേറൊരു ഭംഗി, ഓരോ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള ഭംഗി ഉണ്ടല്ലോ. ഈ പോത്തുണ്ടി ഡാമിൽ നിന്നിട്ടാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ വാട്ടർ സപ്ലൈ വരുന്നത്. നല്ല വെള്ളമാണ് കേട്ടോ. ഇതൊരു വ്യൂ പോയിൻ്റാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് കാണാൻ. കുറേ ആൾക്കാർ ഇതുപോലെ ഇറങ്ങി കാണുന്നുണ്ടായിരുന്നു, നോക്കുന്നുണ്ടായിരുന്നു. എന്തൊരു ഭംഗിയാണ്. മലയെ ഇങ്ങനെ തൊട്ട് തഴുകി തലോടി മഞ്ഞിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ വ്യൂസൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി. ഇതൊരു അയ്യപ്പൻ്റെ അമ്പലമാണ്, അതുകൊണ്ട് ഇത് അയ്യപ്പൻ തിട്ടെന്നാണ് അറിയപ്പെടുന്നത്. ആനകളുടെ സ്ഥിരം സഞ്ചാര കേന്ദ്രമാണ് അത്. ചെറിയൊരു ചാറ്റൽ മഴയും വെയിലും മാറി മാറി വരുന്നൊരു കാലാവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കേശവമ്പാറ എത്തി. ഇതാണ് AVTയുടെ തേയില ഫാക്ടറി കേട്ടോ. അത്യാവശ്യം തൊഴിലാളികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നേരെ എന്നിട്ട് കേശവമ്പാറ കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പാറ കാണാൻ വേണ്ടി പോയി. പാറയിലേക്ക് കയറാൻ പോകുന്നതിന് മുമ്പുള്ള വഴിയാണ് ഇട്ടത്. കുറച്ച് ദൂരം, അത്യാവശ്യം ദൂരം നടക്കാനുണ്ട്. വയസ്സായവരൊക്കെ വരികയാണെങ്കിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നു. നടന്ന് ശീലമുള്ള ആൾക്കാർക്കൊന്നും ഇതൊരു പ്രശ്നമേ അല്ല കേട്ടോ. മോള് ചെറുതായതുകൊണ്ട് അവളെ എല്ലാവരും മാറി മാറി എടുത്ത് നടന്നതുകൊണ്ടും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ഈ കസിൻസൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ഗുണം അതാണല്ലോ. ഈ പാറ കയറി മുകളിൽ ചെന്നിട്ടുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, അത് വേറൊരു ലോകമാണ് കേട്ടോ. ശരിക്കും ഞങ്ങളുടെ വീടിൻ്റെ ഏരിയ ഒക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളിങ്ങനെ പറയുന്നു, ഇത് മറ്റേത്, ഇതിങ്ങനെ ഇവിടെ ഇതല്ലേ അതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മളവിടെ നിന്നിട്ട്. സത്യം പറഞ്ഞാൽ അസാധ്യ വ്യൂ ആയിരുന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ. ഈ പാറയുടെ താഴ്ഭാഗത്തേക്കും കുറച്ച് ദൂരം കൂടി നമുക്ക് ഇറങ്ങി പോകാം കേട്ടോ. അവിടെ അവർ ഒരു അതിർത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് അവിടെ നിന്ന് സേഫായിട്ട് നമുക്ക് ഇറങ്ങാം,
പക്ഷേ കുഞ്ഞിനെയും വെച്ച് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടും കാരണം ഞാൻ ഇറങ്ങില്ല. എൻ്റെ കസിൻസൊക്കെ ഇറങ്ങി നോക്കിയിട്ട് വന്നു കേട്ടോ. ഞാനും മോളും മുകളിൽ നിന്ന് ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ ദേ വരുന്നു എൻ്റെ മോൻ. എന്ത് സ്പീഡിലാണ് അവൻ! വളരെ സെക്കൻഡുകൾക്കുള്ളിലാണ് ആ താഴെ നിന്ന് മുകളിലേക്ക് കയറി വന്നത്. ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചോട്ടത്. പിന്നെ ദേ ഇവിടെ കല്ലുകൾ കൊണ്ട് ഇതുപോലെ കുഞ്ഞു ചുറ്റുമതിൽ തീർത്തിട്ടുള്ളൊരു കുളം. കണ്ടാൽ തന്നെ അറിയാം കേട്ടോ, നല്ല താഴ്ച ഉണ്ടെന്നുള്ളത്. നമ്മളെവിടെ പോയാലും റീൽസും വീഡിയോസും എടുക്കാത്ത സ്ഥലം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അനിയനെ കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുപ്പിച്ചു. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ നേരെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ നല്ലൊരു യാത്ര. 2 സൈഡും തേയിലയായിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞിടവഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോഴൊരു ഫീലുണ്ടല്ലോ. പറയാൻ വയ്യ. ചെറിയൊരു മഴയുണ്ടായിരുന്നു, ഇടയ്ക്ക് ചെറുതായിട്ടൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ യാത്രയ്ക്ക് കൂടുതൽ ഫീല് കൂട്ടിയിട്ടാണ്. അനിയൻ പറയുന്നുണ്ടായിരുന്നു, സാധാരണ ഇതുപോലെയൊന്നുമല്ല ചേച്ചി, ഭയങ്കര തിരക്കാണ് ഇവിടെ. പക്ഷെ അന്നെന്തോ ഭാഗ്യത്തിന് ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടായിരുന്നു നെല്ലിയാമ്പതി എന്ന് വേണമെങ്കിൽ പറയും. അത്രയും ആസ്വദിച്ച് മനസ്സറിഞ്ഞ് സന്തോഷിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ അത്. ശരിക്കും ഈ പച്ചപ്പും ഹരിതാവും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും അതുപോലെ കണ്ണിനൊക്കെ കിട്ടുന്നൊരു കുളിർമയുണ്ടല്ലോ. അത് വേറൊരു ലെവലും ഫീല് തന്നെയാണ്. ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലമെത്തുമ്പോൾ ഓരോ പാട്ടുകളും ഞങ്ങൾക്ക് പറയാൻ കുറേയേറെ കഥകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്കാർക്കും പിന്നെ ബോറടിയില്ല. പിന്നെ ആസ്വദിക്കാൻ നല്ലൊരു സൗന്ദര്യമുള്ള പ്രകൃതി ഉണ്ടല്ലോ. നെല്ലിയാമ്പതി ഒരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെക്ക് പോസ്റ്റിൽ നിന്ന് കാലത്ത് രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ, അതായത് വൈകുന്നേരം ഏകദേശം ഒരു 3 മണി വരെ ആണ് നമുക്ക് ബാക്കി പുറമേ നിന്ന് വരുന്ന വണ്ടികളൊക്കെ അവർ മുകളിലേക്ക് അലോ ചെയ്യാം കേട്ടോ. തിരിച്ച് 5 മണിക്കുള്ളിൽ നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ 5 മണിക്കുള്ളിൽ നമ്മൾ ഇറങ്ങണം. അല്ല, സ്റ്റേ ചെയ്യുന്നവർക്ക് സ്റ്റേ ചെയ്യാം. പക്ഷെ അതിന് ശേഷം ആ ടൈം കഴിഞ്ഞ് പിന്നെ മുകളിലേക്ക് വണ്ടിയൊന്നും കയറ്റി വിടില്ല കേട്ടോ അവർ. നെല്ലിയാമ്പതി കാണാൻ വരുന്നവർ മാക്സിമം ഈ ടൈമിനുള്ളിൽ വരാൻ നോക്കുക. പോയി കുറച്ച് ഞങ്ങൾ അധികം ഉള്ളിലോട്ട് പോയോ എന്നൊരു സംശയം. നോക്കിയപ്പോൾ വഴിയൊന്നും കാണാനില്ല, കല്ലിട്ട റോഡ് മാത്രമേ ഉള്ളൂ. അവസാനം ഞങ്ങൾ അനിയനോട് ചോദിച്ചു, വണ്ടി എങ്ങാനും തിരിക്കാൻ പറ്റും അവിടെ പോയി കഴിഞ്ഞാൽ? അവൻ പിന്നെ ഒരു കോൺഫിഡൻസോടുകൂടെ അവൻ പറഞ്ഞു, ചേച്ചി അതൊക്കെ പറ്റും. അവൻ ഇടയ്ക്കിടയ്ക്ക് നെല്ലിയാമ്പതി വരാറുള്ളത് കൊണ്ട് അവനെ ഒരാളെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും പേര് വന്നിരിക്കുന്നത്. പിന്നെ വീണിടം വിഷ്ണുലോകം പറയുന്നത് പോലെ ഞങ്ങൾ പിന്നെ അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്തു. എല്ലാവർക്കും അട്ടകടിക്കുന്നായിരുന്നു പേടി. പക്ഷെ എൻ്റെ മനസ്സ് മുഴുവൻ അവിടെ നിങ്ങാനും വല്ല പുലിയോ ആനയോ ഇറങ്ങി വരുമെന്നായിരുന്നു. പിന്നെ വന്നാൽ തന്നെ ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ അവസ്ഥ. കാരണം നമ്മളൊന്നും ചെയ്യണ്ടല്ലോ, അത് നമ്മൾ ചെയ്തോളൂല്ലോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പ് തുടങ്ങി. പിന്നെ എല്ലാവർക്കും അവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റേക്കേഷനൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. താമസിക്കാനുള്ള കോട്ടേജസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. കാരണം നമ്മുടെ തൊട്ട് താഴെ തന്നെയാണല്ലോ നമ്മുടെ വീട്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിച്ചിട്ടില്ല. നെല്ലിയാമ്പതി പോലീസ് സ്റ്റേഷനും പാടഗിരി പോലീസ് സ്റ്റേഷനുണ്ട്. ഇത് പാടഗിരി പോലീസ് സ്റ്റേഷൻ. അവിടെ അച്ഛൻ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ ഞങ്ങൾ ഈ ഹോട്ടലിൽ വിളിച്ചിട്ട് ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് അധികം താമസിയാതെ തന്നെ ഞങ്ങൾ പോകുമ്പോഴേക്കും ഞങ്ങൾക്ക് 10 പേർക്കുള്ള ഫുഡ് അവിടെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. എന്തൊരു ടേസ്റ്റായിരുന്നു ഫുഡ് എന്നറിയാം. അവരുടെ കൈപ്പുണ്യം മനസ്സറിഞ്ഞിട്ടാണ് അവർ ഓരോന്നും നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ അത്രയും ടേസ്റ്റി ആയിരുന്നു ഫുഡ്. എല്ലാ കറികൾക്കും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. ഒന്നാമത് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ അതിനുള്ള ഫുഡും അതുപോലെ അതിനുള്ള ഇരിക്കാനുള്ള സ്പേസൊക്കെ അവർ ഒരുക്കിയിട്ട്
എല്ലാം നമ്മുടെ ടേബിളിൽ വെച്ച് തന്നിട്ടാണ് നമ്മളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം വിളമ്പി നമുക്ക് കഴിക്കാം. അതെനിക്കൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് വേണ്ടത് എടുക്കാമല്ലോ. ഈ ITL ഹോളിഡേയ്സ് റിസോർട്ട് ആൻഡ് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കഴിച്ചത്. ഇവിടെ താമസിക്കാനൊക്കെയുള്ള സൗകര്യമുള്ളതുകൊണ്ട് പാർക്കിംഗ് ആയാലും കുട്ടികൾക്ക് കളിക്കാനുള്ളതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സൗകര്യമായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോകുന്നത് സിത്താർകുണ്ട് കാണാനാണ് കേട്ടോ. ഇത് അവിടുത്തെ ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമാണ് കേട്ടോ. ഞങ്ങൾ പക്ഷേ ഇവിടേക്ക് പോയില്ല. ഇനി അവിടെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആണെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ കയറിയില്ല കേട്ടോ. ഞങ്ങൾ നേരെ സിത്താർകുണ്ടിലേക്ക് പോയി. ഇവിടേക്ക് കയറുന്നതിന് മുൻപ് നമ്മളിവിടെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ എത്ര പേരുണ്ട്, എത്ര കുട്ടികളുണ്ട്, എത്ര മുതിർന്നവരുണ്ട്, വണ്ടിയുടെ നമ്പർ എല്ലാം നമ്മളവിടെ കൊടുക്കേണ്ടി വരും കേട്ടോ. ആർച്ചിൻ്റെ അവിടെ നിന്നിട്ട് നമുക്ക് കുറച്ച് അധികം ഉള്ളിലോട്ട് വരണം കേട്ടോ ഈ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് കാണണമെങ്കിൽ. സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് കാണാനും ചെറിയൊരു ടിക്കറ്റ് ഫീ ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം ഒന്ന് നടക്കാനുണ്ട്, അധിക ദൂരമൊന്നുമില്ല. അവിടെ നടന്നെത്തി കണ്ട കാഴ്ച ഇതാണ്. വേറെ ഏതോ ലോകത്തെത്തിയൊരു ഫീലായിരുന്നു കേട്ടോ. മേഘങ്ങളും നമ്മളെല്ലാം ഒരേ ലെവലിൽ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പണ്ടൊക്കെ എത്ര അപകടങ്ങൾ നടന്നിരിക്കുന്നത്. ഇപ്പോൾ അവിടെ എല്ലാം ഫെൻസ് വെച്ച് കിട്ടിയതുകൊണ്ട് വളരെ സേഫാണ് കേട്ടോ. അവിടെ തന്നെ മുകളിൽ നിന്നപ്പോൾ അച്ഛൻ അവിടുത്തെ സ്റ്റേഷനിൽ വർക്ക് ചെയ്ത സമയത്ത് പറഞ്ഞ കഥകളൊക്കെ, അപകടങ്ങളെപ്പറ്റി പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ. എവിടെ യാത്രകൾ പോയാലും നമ്മളല്ലാതെ നമ്മളുടെ സേഫ്റ്റി തന്നെയാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സമയം ഏകദേശം 4:30 കഴിഞ്ഞു. എന്നാൽ ഞങ്ങൾ കരുതി എന്നാൽ നമുക്ക് തിരിച്ചിറങ്ങിയാലോ എന്ന്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴക്കാറുള്ളത് കൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവും. പ്രകൃതി പോകുമ്പോൾ തന്നെ നമുക്ക് പല സമയത്തും നമുക്ക് പല ഭാഗങ്ങളിലും നമുക്കൊരു പേടി തോന്നിയിരുന്നു. കാരണം പെട്ടെന്ന് വെളിച്ചം വരും, പിന്നെ അങ്ങനെ പെട്ടെന്ന് ഇരുട്ടാവും. എത്ര പെട്ടെന്നാണ് കാടിൻ്റെ ഭാവങ്ങൾ മാറി മാറി മറയുന്നുണ്ടായിരുന്നെന്നറിയും. തോട്ടം തൊഴിലാളികൾ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് കയറാൻ തുടങ്ങി. ഇത് അയ്യപ്പൻതട്ട് വ്യൂ പോയിൻ്റ്. അവിടെ ഇറങ്ങാൻ തന്നെ ഞങ്ങൾക്ക് ഒട്ടും മനസ്സുണ്ടായില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, സ്ഥിരം ആനയുടെ റൂട്ടാണത്. ചെറിയ മഴ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ കുറച്ച് വാട്ടർഫോൾസ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ വാട്ടർഫോൾസെങ്കിലും കാണാൻ പറ്റുമായിരുന്നു. അവിടെ പോയിട്ട് ഞങ്ങളൊരു മാനിനെ പോലും കണ്ടില്ല. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു, ചിലപ്പോൾ ഇനിയിപ്പോൾ ചൂട് കാരണം അവർ വെള്ളം കിട്ടുന്ന ഭാഗത്ത് എവിടേക്കെങ്കിലും ചേക്കേറി പോയോ എന്നറിയില്ലല്ലോ എന്ന്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. പോകുന്ന വഴിക്ക് പോത്തുണ്ടി ഡാമിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെയും കയറി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.